നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ രാജേഷ് രാമൻ. ഞാനൊരു ടാരോ എന്തൂസിയാസ്റ്റാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ടാരോ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. കാർഡ് ജമ്പായി പോകുന്നു. എന്താണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് എനർജി എന്ന് നോക്കാം. നമ്മുടെ കറണ്ട് എനർജി എന്ന് പറയുന്ന കാർഡ് ചാരിയറ്റാണ്. എന്താണ് യൂണിവേഴ്സ് ഇന്ന് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഗൈഡൻസ് തരുന്നത് 6 ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡാണ്. എന്തായിരിക്കും ഇന്ന് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ കറണ്ട് എനർജി ചാരിയറ്റാണ്. ചാരിയറ്റ് ഒരു മേജർ ആർക്കാന കാർഡും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് കാർഡാണ്. ചാരിയറ്റ് എന്ന കാർഡ് അഭിലാഷ പൂർത്തീകരണം, നേതൃത്വം, വിജയം, ഇച്ഛാശക്തിയും പ്രവർത്തനവും, അതുപോലെ തന്നെ രഥം അഭിലാഷത്തെയും നേതൃത്വത്തെയും വിജയത്തിലേക്കുള്ള പ്രേരണയും പ്രതിനിധീകരിക്കുന്നു. ഇത് വിജയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സമയത്തെ സൂചിപ്പിക്കുന്നു. ദൈവിക വിശുദ്ധിയുടെ അടയാളമായ മഞ്ഞ നിറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിജാഗ്രതയോടെ ഒരു രഥം തെളിക്കുന്ന പോരാളിയാണ് ഈ കാർഡിൻ്റെ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. രഥത്തിന് മുൻപിലായി മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള 2 സ്ഫിങ്ക്സ് എന്ന ജീവിയെ കാണാം. രണ്ടും വിവിധ ദിശയിലേക്കാണ് ചലിക്കാൻ ശ്രമിക്കുന്നത്. കറുപ്പും വെളുപ്പും നിറങ്ങൾ യിൻ യാങ് എന്ന ചൈനീസ് ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ കടിഞ്ഞാണില്ലാതെ മനഃശക്തി കൊണ്ട് മാത്രമാണ് രഥം നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രഥത്തിൻ്റെ ഫലം പ്രവൃത്തികളിലുള്ള വിജയമാണ്. ശ്രദ്ധയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള സമയമാണിതെന്ന് സൂചിപ്പിക്കുന്നു. അവിടെ നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായ ഫലങ്ങളിലേക്ക് നയിക്കും. കരിയറിൽ പരിശ്രമിച്ചാൽ വിജയം നമ്മുടെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു മത്സരാന്തരീക്ഷത്തിൽ നമ്മൾ സ്വയം കണ്ടെത്തുന്നതാണ് ഇവിടെ. പണത്തിൻ്റെ കാര്യം വരുവാണെങ്കിൽ സാമ്പത്തിക പ്രതിഫലം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണെന്ന് രഥം നിർദ്ദേശിക്കുന്നു. സ്നേഹത്തിൽ വ്യക്തമായ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക. നമ്മുടെ ബന്ധങ്ങളുടെ ചുമതല ഏറ്റെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ പരസ്യമായി പിന്തുടരാനും ഈ കാർഡ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ രഥം ഉയർന്ന ഊർജ്ജ നിലവാരത്തെയും ഊർജ്ജസ്വലതയെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ ആന്തരിക ശക്തി ഉപയോഗപ്പെടുത്താനും ജീവിതത്തിൽ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നിലനിർത്താനുമുള്ള സമയമാണിതെന്ന് കൂടി നിർദ്ദേശിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഗൈഡൻസ്, യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആയ നമ്മുടെ 6 ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് എന്താണെന്ന് നമുക്ക് ഒന്ന് വിശദീകരിക്കാം. 6 ഓഫ് പെന്റക്കിൾസ് സമൃദ്ധിയുടെ കാർഡാണ്. ധാരാളം ദാനധർമ്മം, സാമ്പത്തിക സഹായം, ഉദാരത. ഇത് 6 പെന്റക്കിൾസ് സമൃദ്ധിയെയും ഔദാര്യത്തെയും സൂചിപ്പിക്കുന്നു. ഇന്നതാണ് നമ്മൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. കൂടുതൽ പണമുള്ള, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, കരുതലും ഉദാരതയും പ്രതിഫലിപ്പിക്കുന്ന ഒരു മാന്യനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കടപ്പെട്ട പണം തിരിച്ചടയ്ക്കുകയോ മറ്റൊരാളിൽ നിന്ന് തിരിച്ചടവ് സ്വീകരിക്കുകയോ പോലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ബാലൻസിനെ ഈ കാർഡ് പലപ്പോഴും പ്രതിനിധീകരിക്കുന്നു. വസ്തുക്കൾ നൽകുന്നതും സ്വീകരിക്കുന്നതും കൊടുക്കൽ വാങ്ങലുകൾക്ക് യോജിക്കുന്ന വിഭവങ്ങളുടെ ഒഴുക്കിനെ ഇത് പ്രതീകപ്പെടുത്തുകയാണ്. വിശാലമായ അർത്ഥത്തിൽ പറയുവാണെങ്കിൽ 6 പെന്റക്കിൾ ഉദാരതയെയും ദയയെയും സ്വീകരിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് നൽകാനോ സ്വീകരിക്കാനോ കഴിയുന്ന അവസ്ഥയിലാണെങ്കിലും പരസ്പരം പിന്തുണയ്ക്കേണ്ടതിൻ്റെയും സന്തുലിതവും പരസ്പര ബന്ധിതവുമായ ബന്ധം നിലനിർത്തുന്നതിൻ്റെയും പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. ദയയുടെയും ഔദാര്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഒരു നല്ല സ്വാധീനം സൃഷ്ടിക്കുകയും സമൂഹത്തിൻ്റെ ക്ഷേമത്തിൻ്റെയും ബോധം വളർത്തുകയും ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് സമൃദ്ധിയുടെയും ദാനധർമ്മത്തിൻ്റെയും മനോഭാവം സ്വീകരിക്കുക എന്നാണ് ഇന്ന് നമുക്ക്
യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ റിസൾട്ട്, അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന കാർഡ് നോക്കുവാണെങ്കിൽ, ഇത് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ഈ 5 ഓഫ് പെൻറ്റക്കിൾസിൽ ഒറ്റ നോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ഒരു സാമ്പത്തികത്തിൻ്റെ അഭാവം വൈകുന്നേരത്തോടുകൂടി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രയാസം, പോരാട്ടം, നിരാശ, ആത്മീയ ക്ഷാമം. 2 വ്യക്തികൾ മഞ്ഞിലൂടെ നടക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. അവരുടെ അനാരോഗ്യം താങ്ങുവടികൾ ഉപയോഗിച്ച് നടക്കുന്ന ഒരു ബാലനും അവൻ്റെ കഴുത്തിലെ മണിയും സൂചിപ്പിക്കുന്നു. മധ്യകാലഘട്ട യൂറോപ്പിൽ കുഷ്ഠരോഗം ബാധിച്ചവർ കുഷ്ഠരോഗം ബാധിച്ചവർ മണി ധരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവർക്ക് പുറകിലൊരു ദേവാലയത്തിൻ്റെ വെളിച്ചം ജനലിലൂടെ വരുന്നതും അതിൽ 5 നാണയങ്ങളും കാണാം. സാമ്പത്തിക നഷ്ടം, സംഘർഷം, കടം, അതോടൊപ്പം ആശങ്കകൾ, പോരാട്ടങ്ങൾ എന്നിവയെ പെൻറ്റക്കിൾസ് 5 പ്രതിനിധീകരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും സമയത്തെയും നിരാശയുടെ വികാരത്തെയും പ്രതീകപ്പെടുത്തുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഉള്ള ഒരു കാർഡാണ് ശരിക്കും ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര പണം നമുക്ക് ലഭിക്കില്ല. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അത്തരത്തിലാണ്. ഇത് നിരാശയിലേക്കും കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദത്തിലേക്കും നയിച്ചേക്കാം. സാമ്പത്തികത്തിന് അപ്പുറം പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെ ബാധിച്ചേക്കാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. ആരോഗ്യത്തിലും സ്വയം പരിചരണത്തിലുമുള്ള അവഗണനയിലേക്ക് 5 പെൻറ്റക്കിൾസ് വിരൽ ചൂണ്ടുന്നു. അത്തരം പോരാട്ടങ്ങളുടെ സമയങ്ങളിൽ നടപടിയെടുക്കുകയും മുന്നോട്ട് പോകുന്നതിന് പരിഹാരങ്ങൾ തേടുകയും ചെയ്യേണ്ടത് നിർണായകമായ കാര്യമാണ്. സാഹചര്യം ഗുരുതരമാണെന്ന് തോന്നിയേക്കാമെങ്കിലും നമ്മൾ അവരെ അന്വേഷിക്കുകയാണെങ്കിൽ സഹായവും പിന്തുണയും ലഭ്യമാണെന്ന ഓർമ്മപ്പെടുത്തലായും ഈ കാർഡ് പ്രവർത്തിക്കുന്നു. സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ പ്രൊഫഷണൽ ഉപദേഷ്ടാക്കളിൽ നിന്നോ സഹായത്തിനായി സമീപിക്കുന്നത് ഈ വെല്ലുവിളികളെ മറികടക്കാൻ ആവശ്യമായ വിഭവങ്ങളും പ്രോത്സാഹനവും ലഭിക്കും. ആത്യന്തികമായി കയ്യിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി അഭിസംബോധന ചെയ്യാൻ പെൻറ്റക്കിൾസിലെ 5 നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുകയും നിങ്ങളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഭാരം ലഘൂകരിക്കാനും വീണ്ടെടുക്കലിലേക്കും സ്ഥിരതയിലേക്കും നീങ്ങുന്നതിനുള്ള ഒരു പാത കണ്ടെത്താനും കഴിയും. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ മനസ്സുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചലിച്ച്, നമ്മുടെ ആന്തരികമായ എനർജി യൂസ് ചെയ്ത് നമ്മൾ ചലിച്ച് നമുക്കിന്ന് കിട്ടാനുള്ള പണങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്ത് ഒരുപക്ഷെ പണങ്ങളെല്ലാം ലഭിച്ചേക്കാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. അത്തരം സമയങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളോടും അതുപോലെ കുടുംബത്തോടും അല്ലെങ്കിൽ പ്രൊഫഷണൽ അഡ്വൈസേഴ്സിനോടും ഒക്കെ ചോദിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ധരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടപടികളും ഇത്തരം ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അതിന് മുന്നോട്ട് പോകാനുള്ള പരിപാടികളാണ് ചെയ്യേണ്ടത്. കയ്യിലുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനും ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുകയും നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യാനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഭാരം ലഘൂകരിക്കാനും വീണ്ടെടുക്കലിലേക്കും സ്ഥിരതയിലേക്കും നീങ്ങുന്നതിനുള്ള ഒരു പാത കണ്ടെത്താനും കഴിയും എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു നമ്മുടെ കാർഡ്സ് നമ്മുടെ ലൈഫിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഈ കാർഡ്സ് റീഡിങ്ങിലൂടെ നമുക്കിത് ചേഞ്ച് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ തരുന്ന സൂചനകൾ വെച്ചിട്ട് നമുക്ക് ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമുക്ക് വീണ്ടും നാളെ രാവിലെ കാണാം. നന്ദി, നമസ്കാരം.